ദീപിക ഫുട്ബോൾ കാർണിവലിലേക്ക് സ്വാഗതം. 23ാമത് ഫിഫ ലോകകപ്പിന് കിക്ക് ഓഫ് ആയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഇതിൻ്റെ കൂടുതൽ വിശകലനമായി നമ്മുടെ സ്പോർട്സ് ലേഖകൻ ശബരി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശബരി. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയുടെ തേരോട്ടമായി ശബരിക്ക് തോന്നിയിരുന്നു. അതെ, നമ്മൾ 23ാമത്തെ ഫിഫ വേൾഡ് കപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുണ്ടു. ആ മത്സരം പൂർത്തിയായി. ആ കളിയിൽ മെക്സിക്കോയുടെ ഒരു തേരോട്ടം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തുടക്കം തൊട്ട് തന്നെ മെക്സിക്കോ പ്ലേയേഴ്സ് സൗത്ത് ആഫ്രിക്കൻ ഗോൾ പോസ്റ്റിലേക്ക് ഒരു തിരമാല കണക്കെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4-ാം മിനിറ്റിൽ തന്നെ അവർ ആദ്യത്തെ ഒരു ഗോളിനടുത്തേക്ക് തന്നെ എത്തിയെന്ന് തന്നെ പറയാം. ആ ഒരു മുന്നേറ്റത്തിൻ്റെ റിസൾട്ട് 9ാം മിനിറ്റ് അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, മെക്സിക്കോയുടെ ആ ഒരു മുന്നേറ്റങ്ങൾ 9ാം മിനിറ്റിലാണ് ലക്ഷ്യം കണ്ടത്. ജൂലിയൻ കിനോനസ് എന്ന് പറഞ്ഞ കളിക്കാരനാണ് മെക്സിക്കോയെ മുന്നിലെത്തിച്ചത്. സുന്ദരമായൊരു ഷോട്ടിലൂടെയാണ് കിനോനസ് മെക്സിക്കോയുടെ ആ ലീഡ് ഉറപ്പാക്കിയത്. പിന്നീടും നമ്മൾ പലവട്ടം കണ്ടതാണ് മെക്സിക്കോ പ്ലേയേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി കുതിക്കുന്നതും പിന്നീട് അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവസാനം ഗോളിലേക്ക് എത്തുന്നില്ല. മെക്സിക്കോ തിരമാല ഉണ്ടായപ്പോഴും ദക്ഷിണാഫ്രിക്കൻ നായകൻ്റെ പോരാട്ടം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും ദക്ഷിണാഫ്രിക്കയുടെ ആ ഗോൾ കീപ്പർ റോൾവിൻ വില്യംസ് എന്ന് പറഞ്ഞ ആ ഗോൾ കീപ്പർ അദ്ദേഹത്തിൻ്റെ സുന്ദരമായിട്ടുള്ള പല സേവുകളും നമ്മൾ മത്സരത്തിൻ്റെ 4-ാം മിനിറ്റ് മുതൽ തന്നെ കണ്ടു തുടങ്ങി. പിന്നീടും പലവട്ടം മത്സരത്തിൽ 42-43 ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴേക്കും മെക്സിക്കോയുടെ കുറേ അറ്റാക്കുകളുണ്ട്. ആ അറ്റാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് കൊണ്ട് തടുത്തിടുന്നുണ്ട്. ആദ്യ ഗോൾ പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പിഴവിൽ നിന്നല്ലേ? തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പിഴവ് മാത്രമല്ല, ആ ഡിഫൻഡറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ത് തന്നെ ആയാലും ആ ഒരു ബോൾ സേവ് ചെയ്യേണ്ടത് ഗോൾ കീപ്പറായിരുന്നു. ആ ഗോൾ കീപ്പർക്ക് ആ നിമിഷത്തിൽ പറ്റിയൊരു പിഴവ് കൊണ്ടാണ് ആ ഗോള് വഴങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ അത് ആദ്യ ഗോൾ ആവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക 2ാം ഹാഫിലും അവരുടെ മുന്നേറ്റങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അവർ ടീമിലും അതിനുള്ള മാറ്റങ്ങളൊന്നും വരുത്താതെയാണോ പിന്നീട് പറഞ്ഞത്? ദക്ഷിണാഫ്രിക്കയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മത്സരത്തിൻ്റെ തുടക്കം തന്നെ അവരൊരു പ്രതിരോധിച്ച് കളിക്കാനുള്ളൊരു ഗെയിം പ്ലാനായിട്ടാണോ വന്നതെന്നാണ് നമ്മൾ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 5 പ്ലേയേഴ്സിന് ഡിഫൻസിൽ നിർത്തിയിട്ടാണ് അവർ മത്സരത്തിന് എത്തിയത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് വലിയൊരു മുന്നേറ്റമൊന്നും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ആദ്യ ഹാഫിൽ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് മെക്സിക്കോ 2ാം ഹാഫിൽ തുടക്കമിട്ടത്. പിന്നീട് 67ാം മിനിറ്റിലേക്ക് അവർ ലീഡ് ഉയർത്തുന്നുണ്ട്. റൗൾ ജിമിനസ് എന്നുള്ള താരമാണ് ഇത്തവണ മെക്സിക്കോയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത്. അതും ഒരു സുന്ദരമായിട്ട് ഗോളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മെക്സിക്കോയുടെ മുന്നിൽ ദക്ഷിണാഫ്രിക്ക അടി പതറിയത് കൊണ്ടാണോ ഈ മത്സരത്തിൽ റെഡ് കാർഡുകൾ? നമ്മൾ നേരത്തെ തൊട്ട് തന്നെ പറയാറുണ്ട്, ഈ മെക്സിക്കോ, ചിലി പോലത്തുള്ള ടീമുകളുണ്ട്. ഈ ടീമുകളൊക്കെ പലപ്പോഴും ഫിസിക്കലായിട്ട് മത്സരത്തിനെ സമീപിക്കുന്ന രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സൗഹൃദ മത്സരത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ചിലിയൊക്കെ അത്തരത്തിലുള്ള ഗെയിമിലേക്ക് പോയിട്ടുണ്ട് ഫിസിക്കലായിട്ട്. ഇവിടെ ആ ഒരു രീതിയിൽ തന്നെയാണ് ദക്ഷിണാഫ്രിക്കൻ പ്ലേയേഴ്സ് ഇവിടെ മെക്സിക്കോയെ അവർ ഫിസിക്കലായിട്ട് നേരിടാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും 50ാം മിനിറ്റിൽ അവരുടെ ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്താവുന്നുണ്ട്. പിന്നീടും നമ്മൾ കാണാൻ സാധിച്ചത് മത്സരം 84ാമത്തേക്ക് മിനിറ്റിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അപ്പോഴും ഒരു ദക്ഷിണാഫ്രിക്കൻ പ്ലെയറിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മെക്സിക്കോയും റെഡ് കാർഡ് വഴങ്ങുന്നുണ്ട്. തീർച്ചയായും സെസാർ മോണ്ടസ് എന്നുള്ള പ്ലെയറാണ് മെക്സിക്കോയുടെ താരം. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, അതായത് എക്സ്ട്രാ ടൈമിൽ 2ാമത്തെ മിനിറ്റിലേക്കൊക്കെ എത്തുമ്പോഴോ എക്സ്ട്രാ ടൈമല്ല ഇഞ്ചുറി ടൈമിൽ ആ 2ാമത്തെ മിനിറ്റിലേക്കൊക്കെ എത്തുമ്പോഴാണ് ആ ഒരു റെഡ് കാർഡ് അപ്പോൾ വഴങ്ങുന്നത്. തീർച്ചയായിട്ടും ഒരു മത്സരത്തിൽ അതൊരു 3ാമത്തെ റെഡ് കാർഡാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ആകെ 4 റെഡ് കാർഡ് കണ്ട സ്ഥിതിയായിരുന്നു. ഇത് ആദ്യ കളിയിൽ തന്നെ 3 കണ്ടു. ഈ മത്സരം ഒരു കയ്യാങ്കളി മത്സരമായി മാറുമോ ഇനിയുള്ള മത്സരങ്ങൾ? ഇവിടെ കയ്യാങ്കളി മത്സരം എന്നതിനേക്കാൾ ഉപരി ഫിഫ ഈ നിയമങ്ങളിൽ വരുത്തിയ കുറേ മാറ്റങ്ങളൊക്കെയാണ് ഇത്തവണ അത്തരത്തിലുള്ള രീതിയിലേക്ക് റെഡ് കാർഡുകളുടെ എണ്ണം കൂടാനായിട്ടുള്ള കാര്യം. ഈ ഫിഫ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നിയമങ്ങൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വായടച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ നിസ്സാരം നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള പല ഫൗളുകൾക്കും റെഫറി ഡയറക്റ്റ് റെഡ് കാർഡുകൾ നൽകുന്ന തരത്തിലുള്ള ആ രീതിയിലേക്ക് മത്സരത്തിൽ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം കഴിഞ്ഞ ലോകകപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 റെഡ് കാർഡാണ് മൊത്തത്തിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത്തവണ ആദ്യ മത്സരത്തിൽ തന്നെ 3 എണ്ണം ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ എങ്ങനെയായിരിക്കും?
മെക്സിക്കോ ഉജ്ജ്വലമായിട്ട് തന്നെയാണ് അവരുടെ നാട്ടിൽ തന്നെ അവർ സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പിന് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ 2-0 ഒരു മികച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് അവർക്ക് ഒരു നല്ല ഒരു എനർജിയാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ആദ്യ മത്സരം കൊണ്ട് തന്നെ ഇനി അവർക്ക് നേരിടാനുള്ളത് ദക്ഷിണ കൊറിയയും പിന്നീട് ചെക്ക് റിപ്പബ്ലിക് പോലത്തുള്ള ടീമുകളാണ്. ദക്ഷിണ കൊറിയയ്ക്ക് നമുക്കറിയാം മികച്ചൊരു ടീം തന്നെയാണ്. തീർച്ചയായും ഈ ഒരു വിജയം അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുമെങ്കിലും ഇതുകൊണ്ട് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഇതൊരു മികച്ച മുന്നേറ്റം തന്നെയാണ്. അങ്ങനെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ മത്സരങ്ങളുടെ വിലയിരുത്തലുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.